അപ്പം നമുക്ക് വീണ്ടും തേനീച്ച വളർത്തലിൻ്റെ നമ്മുടെ ഭാഗത്തേക്ക് വരാം, അതായത് തേൻ ഉൽപ്പാദന കാലത്തേക്ക്. അപ്പം അതായത് തേനീച്ചകൾ പല കാരണങ്ങൾക്കായി പ്രൊപ്പോളിസ് കൊണ്ടുവരുന്നത്. ഒന്നാമത് തേനീച്ചക്കൂടിൻ്റെ ആരോഗ്യം നിലനിർത്താൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു മെഡിസിനാണ്, ഒരു ആൻറ്റിസെപ്റ്റിക് എലമെൻ്റാണ് ഈ പ്രൊപ്പോളിസ് എന്ന് പറയുന്നത്. മരത്തിൻ്റെ പശ, മരത്തിൻ്റെ പശയും തേനീച്ചയുടെ ഉമിനീരും കൂടെ ചേർത്തുണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണ് സെർമൻ. കറ ഇല പഴുത്തു പോയി. പിന്നെ ചില മരങ്ങൾ വെട്ടുന്നിടത്തുനിന്നുള്ള കറ നമ്മൾ കാണുന്നില്ലേ ഉള്ളൂ. മാവിൻ്റെ ഒക്കെ കറ എടുത്തുകൊണ്ട് വരും. എല്ലാ ചെടികളുടെയും കറയുണ്ട്. അപ്പോൾ ഈ കറയ്ക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആയുർവേദിക് പ്രോപ്പർട്ടീസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് ഈ ആൻറ്റിസെപ്റ്റിക് എലമെൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഈ ബാക്ടീരിയ പോലുള്ള പല കാര്യങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ ഈ തേനീച്ചക്കൂട്ടിൽ ചില സമയത്ത് നമുക്ക് കാണാൻ നമ്മുടെ തേനീച്ചക്കൂട്ടിലെ അടകൾ കറുത്ത് വരുന്നതാണ്. എന്തുകൊണ്ടായിരിക്കും ഈ കറുത്ത് വരുന്നത്? അപ്പം അതുകൊണ്ടല്ല, ആ തേനീച്ചക്കൂട്ടിൽ എന്തോ രോഗലക്ഷണം കാണുമ്പോൾ ഇവർ ഈ പശ എടുത്തുകൊണ്ട് വരും. ആ പശ കൊണ്ടുവരുന്നതുകൊണ്ടാണ് ഈ കറുപ്പ് വരുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കിക്കണം ആ കൂട്ടിൽ എന്തോ രോഗത്തിൻ്റെ ലക്ഷണമുണ്ട്. ഈ പ്രൊപ്പോളിസ് കൊണ്ടുവരുന്നത് അത് പൂശി വെക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ബാക്ടീരിയ പോലുള്ള സാധനങ്ങൾ അതിനകത്ത് വളരത്തില്ല. നമ്മുടെ ചെറുതേനീച്ച കൂട്ടിൽ പ്രൊപ്പോളിസ് ഏറ്റവും കൂടുതൽ, പ്രൊപ്പോളിസിൻ്റെ സെർമൻ കൊണ്ട് അവർ അറകൾ പണിയുന്നത്. പക്ഷേ വൻതേനീച്ച കൂട്ടിൽ അവരുടെ മെഴുകൊണ്ടാണ് പണിയുന്നത്. പക്ഷേ ആ മെഴുക് അറകൾ ഇതിലോട്ട് ഉറപ്പിക്കണമെങ്കിൽ അവിടെ ഈ പ്രൊപ്പോളിസ് വേണം. അപ്പോൾ അവരെടുത്തുകൊണ്ട് വരും. അങ്ങനെ കൊണ്ടുവെക്കാം. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ് ഈ പ്രൊപ്പോളിസ് ഉൾപ്പെടെ അങ്ങ് ചിരണ്ടി എടുക്കുവാണെങ്കിൽ നമ്മൾ മെഴുക് ഉൽപ്പാദിപ്പിച്ചെടുക്കുമ്പോൾ അതിന് കളർ വ്യത്യാസം വരും. അതില്ല എങ്കിൽ നല്ല പ്യുവർ കളറിലുള്ള മെഴുക് കിട്ടും. അത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇനിയും വിഷയത്തിലേക്ക് വരാം. പ്രൊപ്പോളിസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് ഈ ഫംഗസ് പോലുള്ള രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരുന്നതിന്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വെരിക്കോസ് വെയിനിന് ഏറ്റവും ബെസ്റ്റ് ഒരു മരുന്നാണ് അത് എണ്ണയുമായിട്ട് ചേർത്തിട്ട് നമ്മുടെ വെരിക്കോസ് ഉള്ള സ്ഥലത്ത് തൊട്ടിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഇൻഫെക്ഷൻ മാറിക്കിട്ടും. ചില ആൾക്കാർ കണ്ടിട്ടുള്ള ഈ കാലിലൊക്കെ വളഞ്ഞിരിക്കുന്ന അവിടെ ഈ തുണി പോലും മുട്ടാൻ ഒക്കത്തില്ല, ഭയങ്കര വേദനയായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് ഈ പ്രൊപ്പോളിസും എണ്ണയും കൂടെ ചേർത്ത് ഉരുക്കി അവിടെ നമ്മൾ തൊട്ടിട്ടാൽ മതി. അതിന് പ്രത്യേക അനുപാതത്തിൽ അത് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞു തരാം പിന്നീട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ ആശ്വാസം കിട്ടും. ആശ്വാസം എന്നല്ല, ശരിക്കും അത് ക്യൂറായി കിട്ടും. പൂശാറുണ്ട്. പിന്നെ വിദേശ രാജ്യങ്ങളിൽ ഈ പ്രൊപ്പോളിസ് ഡിസ്റ്റിലൈസേഷൻ ചെയ്തെടുക്കും. ഡിസ്റ്റിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രൊപ്പോളിസ് പിന്നെ സ്പിരിറ്റിനകത്ത് അല്ലെങ്കിൽ ആൽക്കഹോളിനകത്ത് കലക്കും. എന്നിട്ട് അതിൽ നിന്ന് ഇതിനെ വേർതിരിച്ചെടുക്കും. അതാണ് വിദേശ രാജ്യങ്ങളിൽ ഓപ്പൺ ഹാർട്ട് ശസ്ത്രക്രിയ കഴിഞ്ഞാൽ തുന്നിക്കെട്ടി കഴിഞ്ഞിട്ട് അതാ തൂക്കുന്നത് എന്ന് പറഞ്ഞാൽ സെപ്റ്റിക് ആകത്തില്ല. എന്നിട്ട് പിന്നെ രണ്ടാമത് തുറക്കേണ്ട ആവശ്യം വരുന്നില്ല. അതങ്ങനെ തന്നെ ഇരുന്ന് ക്യൂർ ആയിക്കോളും. അത് വിദേശത്തൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലും അത് ഉപയോഗിക്കുന്നുണ്ട്. പല മരുന്നുകളിലൊക്കെ അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും വളരെ സിമ്പിൾ ഉപയോഗം എന്ന് പറഞ്ഞാൽ കാലിൽ കയ്യിലോ വരുന്ന ഈ വിരച്ചുറ്റില്ലേ, കുഴിനഖം, ഏറ്റവും ബെസ്റ്റാണ്. ഇത് വെയിലത്തോട്ടൊന്ന് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിനെ മയപ്പെടുത്തണം. പ്രോപ്പർ എന്ന് പറഞ്ഞാൽ ഈ അരക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വലിച്ച് ഒന്ന് നീട്ടിയെടുത്തിട്ട് നമ്മളങ്ങ് ചുറ്റണം. ചുറ്റിയിട്ട് ഒരു കവർ, എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ട് കെട്ടിയേക്കുക. 3 ദിവസത്തേക്ക് നനയ്ക്കരുത്. 3 ദിവസം അങ്ങനെ തന്നെ വെച്ചേക്കുക. 4ാമത്തെ ദിവസം അഴിച്ച് കളയുക. ഒരു 4 ദിവസം കഴിയുമ്പോൾ ഈ നഖം ഊരി അങ്ങ് പോകും. പുതിയ നഖം വരും. പിന്നെ ഒരിക്കലും ഈ ഭാഗത്ത് ഈ വിരച്ചുറ്റും വരത്തില്ല, ഈ പറഞ്ഞ കുഴിനഖവും വരത്തില്ല. നല്ല പഴയ പോലെ. അതെ, നമ്മുടെ ചെറുതേനീച്ചയുടെ മെഴുകിലെ പ്രൊപ്പോളിസ് കൂടുതലുള്ളൂ. നമ്മുടെ തേനീച്ചയുടെ മെഴുകിൽ ഒരു അല്പമേ ഉള്ളൂ. ട്രേസ് ചെയ്താൽ പോലും കിട്ടത്തില്ല, അത്രയുമേ ഉള്ളൂ. തമ്മിലുള്ള വ്യത്യാസം അത്. അപ്പം പക്ഷേ നമ്മുടെ വൻതേനീച്ചയുടെ കൂട്ടിലെ അടകൾ കറക്കാൻ തുടങ്ങിയാൽ നമ്മൾ മനസ്സിലാക്കിക്കോണം അതിനകത്ത് എന്തോ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ട്. അവർ ഈ പ്രൊപ്പോളിസ് കൊണ്ടുവന്ന് പൂശുകയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് കാണുമ്പോൾ നമുക്കറിയാം. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉള്ള തേനീച്ചപ്പെട്ടിയിലെ അടകൾ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റുന്നത് അങ്ങനെയാണ്. കളറ് മാറും. ഇല്ല, അത് കളയേണ്ട ഏതാണെന്നറിയാം. ഏറ്റവും പഴക്കം ചെന്ന അറകളാണ്. അത് നമുക്കറിയാം 13 ഓറിയൻറ്റേഷൻ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതിൻ്റെ അറ നോക്കിയാൽ തന്നെ വലിപ്പം കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അറയാണ് നമ്മളെടുത്ത് കളയേണ്ട. അല്ലാതെ കറുത്ത കളർ ഇപ്പം വലത്തെ അറ്റത്തൊക്കെ കിടക്കുന്ന പുത്തൻ അറയിൽ കറുപ്പ് കളർ വന്നാൽ എടുത്ത് കളയണ്ട.
അതെന്താണെന്ന് ചോദിച്ചാൽ അവരാ ഈ പ്രൊപ്പോളിസ് കൊണ്ടുവന്ന് വെക്കുന്ന കൂടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ തേനീച്ചക്കൂട്ടിൽ 80% സീല് ചെയ്തതിന് ശേഷമേ തേനെടുക്കാവൂ. ഇനി തേനെടുക്കുന്നിടത്താണ് അവിടെയാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു ഭാഗം എന്ന് പറയാം. എപ്പോഴും തേനെടുക്കുന്ന ഹൈജനിക്കായിട്ട് തന്നെ തേനെടുക്കണം. മറ്റേതൊരു ഭക്ഷ്യവസ്തുവും കൈകാര്യം ചെയ്യുന്ന പോലെയല്ല തേൻ കൈകാര്യം ചെയ്യേണ്ടത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേനിനൊരു ഒരു സ്വഭാവം ഉള്ളത് ഹൈഗ്രോസ്കോപ്പിസിറ്റി കൂടുതലാണ്. ഏത് സാധനം തേനിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാലും അതിൻ്റെ ഗുണം മുഴുവൻ തേൻ വലിച്ചെടുക്കും. അപ്പം നമ്മളെ കയ്യിൽ ഏതെങ്കിലും മറ്റ് ഇപ്പം നമ്മൾ വീട്ടിൽ ബാർ സോപ്പിട്ട് തുണി കഴുകിച്ച് വന്ന് നന്നായിട്ട് കൈ കഴുകാതെ വരുന്നെങ്കിൽ കയ്യിൽ ആ സോപ്പിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതും തേനിനകത്ത് കലരും. അതുപോലെ തന്നെ എന്ത് സാധനം, പിന്നെ നമ്മളോടൊക്കെ ആര് പറഞ്ഞാലും എത്ര പറഞ്ഞാലും ഞാൻ ഉൾപ്പെടെ കേൾക്കാത്തൊരു കാര്യമുണ്ട്. എന്താ പറയുക, തേനെടുക്കുന്ന സമയത്ത് മുഖാവരണി വെക്കണമെന്ന് പറയും. നമ്മൾ വെക്കത്തില്ല. കാരണം നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ വർത്താനം പറയുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ തുപ്പൽ തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് തേനിലേക്ക് കലരും. രണ്ടാമത് കയ്യിൽ കഴിയുമെങ്കിൽ ഒരു ഗ്ലൗസ് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ല. കാരണം നമ്മുടെ കയ്യിലെ ഈ വിയർപ്പിൽ ഓസ്മോഫീലിക് ഈസ്റ്റ് ഇഷ്ടം പോലെ ഉണ്ട്, അന്തരീക്ഷത്തിൽ ഇഷ്ടം പോലെയാണ്. അത് വിയർപ്പിൽ കലർന്നിട്ട് അത് പെട്ടെന്ന് തേനിലേക്ക് വരും, തേൻ പുളിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത് നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്ട്രാക്ടർ കഴുകി തുടച്ച് വെയിലത്ത് വെച്ച് ഉണക്കി എപ്പോഴും എടുത്തുകൊണ്ട് വരാവും. അത് കൃത്യമായിരിക്കണം. ഇനി നാലാമതൊരു കാര്യം എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു വെക്കുന്ന പാത്രം. അത് പണ്ടൊക്കെ ഗ്രൂപ്പിനകത്ത് ഞാനുമായിട്ട് ഒത്തിരി അടി നടന്നിട്ടുണ്ട്. ഇപ്പോഴും പറഞ്ഞാൽ അടി വെക്കും നിങ്ങൾ. എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും തേനെടുത്ത് സൂക്ഷിക്കുന്നത് എന്തിനകത്താണ്? കന്നാസ്, ആസിഡിൻ്റെ കന്നാസാണ്. അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് വാസ്തവത്തിൽ. പിന്നെ ഇപ്പോൾ ആൾക്കാരെന്താ ചെയ്യുന്നത് വെച്ചാൽ അതിനകത്ത് ഈ ചുണ്ണാമ്പുള്ളൊക്കെ നിറച്ച് വെച്ചാൽ അതിന് ന്യൂട്രലൈസ് ചെയ്തിട്ടൊക്കെ എടുക്കുന്നുണ്ട്. എന്നാലും എത്ര പറഞ്ഞാലും എന്തു പറ്റും? പുതിയത് മേടിക്കാനോ കുഴപ്പമില്ല. അല്ല, ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് കന്നാസ് കിട്ടുന്നുണ്ട്, ഫുഡ് ഗ്രേഡ് കിട്ടും. 40 ലിറ്ററിൻ്റെ 40 കിലോയുടെ ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 27 ലിറ്ററൊക്കെ വരത്തുള്ളൂ. അങ്ങനത്തെ കിട്ടുന്നുണ്ട്. അതിന് നമ്മുടെ കുറ്റി പോലെ ഇരിക്കും. അതിൻ്റെ അടപ്പ് അടച്ചിട്ട് അതിന് മേളിൽ കൂടെ ഒരു ഇരുമ്പിൻ്റെ ഒരു ലോക്കും കൂടെ ഉണ്ട്. അത് മേടിക്കാൻ കിട്ടുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒരു കന്നാസിന് വേണ്ടി 270 രൂപ അങ്ങോട്ട് വില വരുന്നുണ്ട്. കന്നാസല്ല, അത് കുറ്റി പോലെ ആയിരിക്കും. ഞാനത് മേടിച്ചത് തിരുവനന്തപുരം പിന്നെ ചാല മാർക്കറ്റിൽ നിന്ന്. അവിടെ ഒരു ഷോപ്പിലുണ്ടായിരുന്നു, അവരിത് വരുത്തുന്നുണ്ട്. എനിക്ക് ചാലക്കുടി ഭാഗത്ത് 1-2 ഷോപ്പല്ല കമ്പനി ഇത് ഉണ്ടാക്കുന്നുണ്ട്. അവിടെ നിന്നൊക്കെയാണെങ്കിൽ നമുക്ക് ബൾക്ക് എടുക്കുവാണെങ്കിൽ പ്രയോജനമാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, നമ്മൾ കർഷകരെല്ലാണ്ട് ചേർന്നത് എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവും, വില കുറച്ച് കിട്ടും. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ പറഞ്ഞാൽ സൊസൈറ്റിയൊക്കെ രൂപീകരിക്കുകയാണെങ്കിൽ എളുപ്പമോ. കാരണം ഇതെല്ലാവർക്കും വേണ്ടിയിട്ട് പോയി എടുത്തുകൊണ്ട് വരിക. കുപ്പി എടുക്കുമ്പോഴായാലും അങ്ങനെ തന്നെ എടുക്കുക. അപ്പോൾ ഒരുമിച്ച് എടുക്കുമ്പോൾ അതിൻ്റേതായ വിലക്കുറവ് വരും. എന്നിട്ട് നിങ്ങൾ ഷെയർ ചെയ്താൽ മതി. നിർബന്ധമൊന്നുമില്ല, വൈറ്റ് ആയിക്കോ, ഒരു കുഴപ്പമില്ല. ഈ ഫുഡ് ഗ്രേഡാണ് പ്ലാസ്റ്റിക് എങ്കിൽ പേടിക്കാനൊന്നുമില്ല. ഇല്ല, ഫുഡ് ഗ്രേഡ് എന്ന് പറയുമ്പോൾ അതിന് 5 ഫുഡ് ഗ്രേഡാണ് എങ്കിൽ ഒരു പ്രശ്നവുമില്ല. പിന്നെ ചില്ല് കുപ്പിയിൽ സൂക്ഷിക്കുന്നതിന് കുഴപ്പമില്ല. പ്രോസസ്ഡ് ആയിരിക്കണം, ജലാംശം കാണരുത്, അല്ലെങ്കിൽ ഗ്യാസ് നിറഞ്ഞ് പൊട്ടാനുള്ള സാധനം. കഴിഞ്ഞ ദിവസം സാറ് ജോസാറിൻ്റെ ഗ്രൂപ്പിലുണ്ടോ? സാറ് ഉണ്ട്. അതിനകത്ത് സാറ് കാര്യം ശ്രദ്ധിക്കുന്നു. ഒരാൾ ഒരു ബിയർ കുപ്പിയിൽ തേൻ നിറയ്ക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. എന്നിട്ട് ചകിരി വെച്ച പുള്ളി അടച്ചു വെക്കുമെന്ന് പറഞ്ഞു. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അത് പണ്ട് നമ്മുടെ തുടക്കകാലങ്ങളിലൊക്കെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ചെയ്ത. ഒന്നാമത്തെ കാര്യം, ബിയറിൻ്റെ കുപ്പി വേറൊരു ഉപയോഗത്തിന് ഉപയോഗിക്കാൻ നിയമമില്ല. ബിയർ ഉണ്ടാക്കുന്ന കമ്പനിക്കാരൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ 5 ലക്ഷം രൂപ മിനിമം കൊടുക്കേണ്ടി വരും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ബിയറിൻ്റെ കുപ്പി എന്ന് പറയുന്നത് ഉപയോഗിച്ചിട്ട് വരുന്ന കുപ്പിയാണ്. എത്ര കഴിയുമെന്ന് പറഞ്ഞാലും FSSAIക്കാർ പിടിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇത് റീയൂസ്ഡ് ആണ്, മറ്റൊരാൾ ഉപയോഗിച്ച കുപ്പി അങ്ങനെ ചേർത്ത് പിടിച്ച് ബിയർ കുടിച്ചാണെന്നേ പറയത്തുള്ളൂ. അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറയാം. അതിന് നമുക്ക് പിഴ വരും. അപ്പം ബിയർ കുപ്പി അല്ല വേണ്ടത്. നമ്മൾ വാങ്ങിക്കേണ്ടത്, നമ്മൾ ഒന്നും നല്ല ബോട്ടിൽ വാങ്ങിക്കുക, അതിൽ സൂക്ഷിക്കുക. ആവശ്യാനുസരണം നല്ലൊരു പാത്രത്തിനകത്താക്കി കൃത്യമായിട്ട് അതിനെ പ്രോസസ്സ് ചെയ്ത് സൂക്ഷിക്കുക. ആവശ്യാനുസരണം ഒഴിച്ചെടുക്കും. ഒരിക്കലും ബിയർ കുപ്പിയിലാക്കി നിറയ്ക്കരുത്. ഇനി ബിയർ കുപ്പിയിലായാലും ആ പുള്ളിക്കാരനെന്ന് പറഞ്ഞ സാറ് കേട്ടാണ് ചകിരി കൊണ്ട് അടപ്പുണ്ടാക്കുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമുക്ക് കോർക്ക് വാങ്ങിക്കാൻ കിട്ടും. ഒരു അത് അന്ന് സാറേ ശരിയാ, അന്ന് നമുക്ക് FSSAI ഇല്ല. ആര് പിടിക്കാനാ?
അന്ന് ഫുഡ് സേഫ്റ്റിയുടെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റേ ഇല്ല, അവർ പിടിക്കാനൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അതല്ലല്ലോ. അതുമല്ല, പണ്ട് ആരാ കടയിൽ കൊണ്ടുവച്ച് തേൻ വയ്ക്കുന്നത്? എല്ലാം വീടുകളിൽ വന്ന് അത്യാവശ്യം മേടിച്ചുകൊണ്ട് പോവാം. ഇപ്പം നമ്മൾ മാർക്കറ്റ് ചെയ്ത് ലേബലൊട്ടിച്ച് നമ്മൾ കൊണ്ടുവെക്കുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഗവൺമെൻറ് പറയുന്ന നിയമങ്ങൾ നമ്മൾ പാലിച്ചേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവർ പിടിച്ച് അകത്തിട്ട് ഇപ്പം സാജൻ സാറൊക്കെ പറയുന്നില്ല, അവരെല്ലാം കൂടെ കക്ഷി ചേർന്നുകൊണ്ടൊരു കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ഇവിടെയുള്ള നമ്മുടെ തൊടുപുഴക്കാരനൊരു ആളിൻ്റെ പേരിലാണ് പ്രശ്നമായത്. ഇപ്പോഴും ആ കേസ് നടക്കുക. 5 ലക്ഷം രൂപയ്ക്കാണ് 5 ലക്ഷം രൂപ പിഴയിട്ടിരിക്കുന്നത്. എന്തിനാണ് നമ്മൾ 10,000 രൂപയുടെ തേൻ പോലും ഉൽപ്പാദിപ്പിക്കുന്നില്ല, 5 ലക്ഷം രൂപ എടുക്കാൻ പോകുന്നത്? എന്തിനാണ് പോകുന്നത്? പിന്നെ എന്തിനാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്? അതുകൊണ്ട് പാലിക്കേണ്ടത് നമ്മൾ പാലിച്ചേ പറ്റൂ. അപ്പം നമ്മൾ ഹൈജനിക്കായിട്ട് തേനെടുക്കുക. രണ്ടാമത്തെ പിന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പഠിപ്പിക്കുമ്പോൾ പറയും നെറ്റൊക്കെ കെട്ടി അതിനകത്ത് നിന്ന് തന്നെ തേനെടുക്കണമെന്ന് പറയും. കാരണം തേനീച്ച വീണ് അതിൻ്റെ ചിറകും കാലും ഒക്കെ അതിനകത്ത് വരും, അതുകൊണ്ടാണെന്ന് പറയും. അതൊക്കെ പ്രായോഗികമല്ല. കാരണം ഇപ്പോൾ ഓരോരുത്തർക്ക് നെറ്റ് കൊണ്ട് കെട്ടി അതിനകത്ത് കൊണ്ട് വെച്ചൊന്നും എടുക്കൽ നടക്കത്തൊന്നുമില്ല. പക്ഷേ കഴിവതും നമ്മൾ ഏറ്റവും മാക്സിമം ഹൈജനിക്കായിട്ട് തേനെടുക്കാൻ ശീലിക്കുക, പാകമായ തേനെടുക്കുക. തേനെടുക്കുമ്പോൾ തേനീച്ച കർഷകൻ അറിയേണ്ട ഒരു കാര്യമുണ്ട്. എടുത്താൽ അന്നേരം തന്നെ അത് അരിച്ച് സൂക്ഷിക്കണം. നമ്മളൊക്കെ എന്ത് ചെയ്യുന്നറിയാം, അരിക്കാനൊന്നും പോകത്തില്ല, എടുക്കുന്ന വഴി കന്നാസിനകത്താക്കി വീട്ടിൽ കൊണ്ടുപോകും. എടുത്താൽ അന്നേരം തന്നെ അത് അരിച്ച് തന്നെ കന്നാസ് നിറയ്ക്കുമ്പോൾ അരിച്ചേ നിറയ്ക്കാവും. കാരണം ഈ തേനീച്ചയുടെ കയ്യോ കാലോ ചിറകോ പീസ് കിടന്നാൽ അതിൽ നിന്ന് ഇഷ്ടം പോലെ ഓസ്മോഫിലിക് ഈസ്റ്റ് വരും. ആ ഈസ്റ്റ് ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പുളിക്കും. പുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചില ആൾക്കാർ എന്നെ വിളിച്ച് ചോദിക്കുക, സാറേ പുളിച്ച തേൻ പ്രോസസ്സ് ചെയ്താൽ പുളിപ്പ് മാറുമോ എന്ന് ചോദിക്കാറുണ്ട്. മാറത്തില്ല, അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ എന്നാലും അത് പുളിച്ചുകൊണ്ടിരിക്കും, ആ ഒരു പുളിപ്പുണ്ടാവും. അതുമാത്രമല്ല, പുളിച്ചതെന്ന് പറയുമ്പോഴേ അതിനകത്ത് കുറേ കെമിക്കൽ കണ്ടൻറ്റുകളൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. അതിനെ നമുക്ക് പഴയപടിയാക്കാൻ ഒക്കത്തില്ല. അപ്പോൾ കഴിവതും പുളിക്കുന്നതിന് മുമ്പേ നമ്മൾ പ്രോസസ്സ് ചെയ്യുക. ഈ 80% അടച്ച് സീല് ചെയ്ത തേനീച്ചയുടെ അറകളാണെങ്കിൽ അതിൽ നിന്ന് എടുക്കുന്ന തേൻ 1 വർഷം വരെ പുളിക്കത്തില്ല. വേണ്ട, ഒന്നും ചെയ്യണ്ട. 80% നമുക്ക് ജലാംശം അടഞ്ഞ ഒരു ആരോഹണി അത് നമുക്ക് സൂക്ഷിച്ച് നല്ല ടൈറ്റായിട്ട് അടച്ചു വെച്ചാൽ പുളിക്കത്തില്ല, 1 വർഷം വരെ ഇരിക്കും. വെക്കാം. ഏറ്റവും ബെസ്റ്റ് സ്റ്റീലിൻ്റെ ആണ്. നമ്മുടെ CBRT ഉൾപ്പെടെ പറയുന്ന സ്റ്റീൽ പാത്രമാണ് വേണ്ടതെന്നാണ്. പക്ഷേ സ്റ്റീലിൻ്റെ പാത്രവും ഇപ്പോൾ സാറിനറിയാം സ്റ്റീല് പൂശി അങ്ങ് വരിക, പ്ലേറ്റഡാ ഇപ്പം നമുക്ക് പണ്ടൊക്കെ കിട്ടിയിരുന്ന സ്റ്റീൽ പ്ലേറ്റ് പോലൊന്നും അല്ല. ഇപ്പോഴത്തെ നമ്മൾ സ്റ്റീൽ പ്ലേറ്റൊക്കെ മേടിച്ച് 2 ദിവസം വെള്ളമൊന്നും വെച്ച് തുരുമിക്കുന്നതാണ്. കാന്തം പിടിപ്പിച്ചാൽ പിടിക്കും. അപ്പോൾ കാന്തം പിടിപ്പിച്ചാൽ പിടിക്കാത്ത തരത്തിലുള്ള നല്ല സ്റ്റീൽ വാങ്ങിച്ചിട്ട് വേണം നമ്മൾ വെക്കാം. അതിന് നമ്മൾ പറയും 304 ഗ്രേഡിലുള്ള സ്റ്റീൽ വേണമെന്ന് പറയും. കൊറോഷൻ ഉണ്ടാകാത്ത സ്റ്റീലുമാണ്. അതിൻ്റെയൊക്കെ പാത്രം ഉണ്ടാക്കാൻ പോയത് നല്ല വിലയാവും. അപ്പം അതുകൊണ്ട് നമ്മൾ സാറേ വെയിലത്ത് വെക്കുമ്പോൾ നമ്മൾ തുറന്നാണല്ലോ വെക്കുന്നത്, അല്ലെങ്കിൽ മേളിലൊരു തുണി ഇട്ടേക്കും. പക്ഷേ ജലാംശം അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കും. കാരണം തേനിന് അങ്ങനത്തെ ദോഷമുണ്ട്, ജലാംശം വലിച്ചെടുക്കാനുള്ള. എത്ര വെയിലായാലും അന്തരീക്ഷത്തിൽ നിന്ന് ജലാംശം വലിക്കും. കാരണം നമ്മുടെ കേരളത്തിലെ അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റി ഒത്തിരി കൂടുതലാണ്. അപ്പോൾ അത് അന്തരീക്ഷത്തിന് ശരിക്കും വലിക്കും. അതാ വെയിലടിക്കുമ്പോൾ ഈ തുണി വെയിലടിപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ അന്തരീക്ഷത്തിൽ നിന്ന് ജലാംശം അങ്ങോട്ട് വലിക്കും. രണ്ടാമത് UV റേസ്, ആ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പം നമ്മുടെ ഒരു 10 വർഷം മുമ്പുള്ള പോലത്തെ ഒരു കാലാവസ്ഥ അല്ല നമുക്കിപ്പോൾ. ഇപ്പോൾ നമ്മൾ പുറത്തിറങ്ങി നിൽക്കാൻ പറ്റും, ഒരു ഉടുപ്പ് അല്ല ഒരു കുട പിടിക്കാതെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. ചൂടിലുള്ള വ്യത്യാസം അത്രമാത്രമാണ്. അപ്പോൾ അത് ഈ UV റേസിലുള്ള വ്യത്യാസമാണെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. അപ്പോൾ അതൊക്കെ വളരെ ദോഷം ചെയ്യുന്ന കാര്യമാണ്. കഴിവതും നമ്മൾ പാകമായ തേനെടുക്കുക, അരിച്ച് പാത്രത്തിൽ സൂക്ഷിക്കുക, എന്നിട്ട് നമുക്ക് സൗകര്യം അനുസരിച്ച് അതിനെ പ്രോസസ്സ് ചെയ്യുക. പ്രോസസ്സ് ചെയ്യാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ട്രഡീഷണൽ മെത്തേഡാണ്. അതായത് വെള്ളത്തിനകത്ത് ഇറക്കി വെച്ച് വേറൊരു പാത്രത്തിൽ തേനൊഴിച്ച് അതിനെ ഇളക്കി ചൂടാക്കി അതിനകത്ത് ജലാംശത്തെ വറ്റിച്ചെടുക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഇല്ലേ? എല്ലാവരും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. വലിയൊരു പാത്രത്തിൽ ചരുവത്തിൽ വെള്ളം വെക്കുന്നു, എന്നിട്ട് അതിനകത്ത് 3 കല്ലെടുത്ത് വെക്കുക, അല്ലെങ്കിൽ 3 ഞാനൊക്കെ നേരത്തെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ വെക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതെടുത്തങ്ങ് വെക്കുക. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് പാത്രം എടുത്ത് വെച്ചാൽ താഴെ മുട്ടത്തില്ല, അവിടെ സേഫായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ 3 തിരിയ ഇട്ട് വെച്ചിട്ട് തിരിയ അത് വെച്ചിട്ട് അതിനകത്ത് അതിൻ്റെ മുകളിലോട്ട് വേറെ പാത്രം വെക്കും. എന്നിട്ട് ഈ വലിയ പാത്രത്തിൽ വെള്ളം ചൂടാക്കും. ആ വെള്ളത്തിൻ്റെ ചൂടെന്ന് പറയുന്നത് നമുക്ക് മാക്സിമം ഒരു 68 ഡിഗ്രി വരെ കൊണ്ടുപോകാം. 68
68 ഡിഗ്രിയിൽ കൊണ്ടുപോയിക്കൊണ്ട് നമ്മുടെ അകത്തിരിക്കുന്ന പാത്രത്തിലെ തേൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 34-35 മിനിറ്റ് സമയം വരെ അങ്ങനെ നമ്മൾ ചൂടാക്കണം. അന്നേരം നമ്മുടെ തേൻ പെതുക്കെ പതയാൻ തുടങ്ങും. ആ പതയുന്നെന്ന് പറയുന്നതിനകത്ത് ജലാംശം പതഞ്ഞ് പൊങ്ങി വരുന്നത്. അത് നമ്മൾ സാധാരണ ചെയ്യുന്ന കോരിക്കളയാണ് ചെയ്യുന്നത്. കോരുമല്ല സാറേ ചെയ്യേണ്ടത്. നമ്മൾ പിന്നെ ആ 34 മിനിറ്റ് കഴിഞ്ഞൊരു 36 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് ഈ പത അടങ്ങാൻ തുടങ്ങും. പൊട്ടി അങ്ങ് മാറുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ജലാംശം പൂർണ്ണമായിട്ടും വേർതിരിയുന്നതാണ്. നമ്മുടെ ആയുർവേദത്തിൽ പറയത്തില്ലേ, എണ്ണ കാച്ചുമ്പോൾ പറയും തരിപ്പരുവം, മണൽപ്പരുവം, പത വറ്റിക്കണം എന്ന് പറയും. എന്ന് പറയുന്നത് തന്നെയാണ്. തേനിനകത്തെ ജലാംശം വറ്റി ആ പത അടങ്ങുമ്പോൾ അതിനകത്തെ ജലാംശം ഏകദേശം ഒന്ന് വറ്റി എന്നുള്ളതാണ്. അങ്ങനെ വറ്റി വരുന്നിടം വരെ നമ്മളതിനെ ചൂടാക്കണം. എന്നിട്ട് ലാസ്റ്റ് മിനിറ്റിൽ എന്ത് ചെയ്യണമെന്നറിയാം, ഒരു 2 മിനിറ്റ് സമയത്തേക്ക് നമ്മളുടെ പുറത്തെ വെള്ളത്തിൻ്റെ അളവ് 70 ഡിഗ്രിയിലേക്ക് ചൂടാക്കണം. ആ 70 ഡിഗ്രിയിൽ 2 മിനിറ്റേ ചൂടാക്കാവും. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ തേനിനകത്തെ ചൂട് കൂടി പോകത്തില്ല. ആ ഒരു ടൈം കൊണ്ട് അതിനകത്ത് പൂർണ്ണമായിട്ട് അതിനകത്തുള്ള ഓസ്മോഫീലിക് ഈസ്റ്റുകൾ ചത്തുപോകും. അപ്പോൾ പിന്നെ പെട്ടെന്ന് പുളിക്കത്തില്ല. എന്നിട്ട് നമ്മൾ ആ തേനിനെ എടുത്ത് എന്ത് ചെയ്യുന്ന പറയാം, ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ തേൻ നല്ല ലൂസാവും. സാറിന് തേന് നല്ല കട്ടിയാണ്, വിസ്കോസിറ്റി കൂടുതലാണ്. പക്ഷേ ചൂടാകുമ്പോൾ ആ വിസ്കോസിറ്റി ഇച്ചിരി കുറയും. അപ്പം നമുക്ക് എന്ത് ചെയ്യുന്ന നല്ല കണ്ണിയെടുപ്പമുള്ള ഒരു തുണിക്കകത്തൂടെ, അതായത് ഈ മിൽമാക്കാർ അവരുടെ പാലിരിക്കാനനുസരിച്ച് തുണി, ഫുൾ ഓയിലിൻ്റെ തുണി മേടിക്കും. അതിൽ ഇച്ചിരി തുണി മേടിച്ച് വെച്ചേക്കുക. അതിനകത്തൂടെ അരിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക. അപ്പം അതിനെ അരിക്കുന്നതിന് മുമ്പേ നമ്മൾ മേടിച്ച തുണിയൊന്ന് നന്നായിട്ട് കഴുകിയിരിക്കണം. അതേ പശയുണ്ടാവും, അതിൽ പശയുണ്ടാവും. പശയെന്ന് പറയുമ്പോഴേ ഫുൾ ഓയിൽ പറയത്തില്ലേ, ഓയിൽ തുണി പറയത്തില്ലേ. പണ്ട് നിങ്ങളൊക്കെ സാരിക്ക് വേണ്ടി ഫുൾ ഓയിൽ സാരി മേടിക്കും. അത് അത് തന്നെ ചായയുടെ അരിപ്പയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ആ തുണിയാണ് ഉപയോഗിക്കുന്നത്. പാല് ഈ മിൽമാക്കാർ പാലരിക്കാനും ഒക്കെ അതാണ് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനത്തെ തുണിയിൽ കൂടെ നന്നായിട്ട് അരിച്ച് ഒരു പാത്രത്തിലാക്കി അതിന് മേളിൽ കൂടെ ഒരു തുണിയുടെ ഇട്ട് കെട്ടി അല്പസമയം തണുക്കാനായിട്ട് വെക്കണം. കാരണം അതിനകത്ത് ബാഷ്പീകരിച്ച ജലാംശം ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് ആവിയായിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് പോകാനായിട്ട് സമ്മതിക്കണം. തണുത്ത് കഴിയുമ്പോൾ അതിനെ നല്ലൊരു അടപ്പ് വെച്ച് അതിന് മേളിൽ കൂടെ ഒരു തുണിയോ പ്ലാസ്റ്റിക്കോ കൂടെ ഇട്ട് ടൈറ്റായിട്ട് കെട്ടി സൂക്ഷിച്ചു വെക്കും. ഇതാ നമ്മൾ ട്രഡീഷണലായിട്ട് ഇതിനെ നമ്മൾ എന്താ പറയുക പ്രോസസ്സ് ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാം ഇപ്പം നമുക്ക് ആധുനിക പ്രോസസ്സിങ് പ്ലാന്റുകൾ ഇഷ്ടം പോലെയുണ്ട്. ഈ ആധുനിക പ്രോസസ്സിങ് പ്ലാന്റിൽ നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഈ നമ്മൾ ട്രഡീഷണലായിട്ട് ചെയ്യുമ്പോൾ എത്ര നമ്മൾ ഈ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 40 മിനിറ്റോളം സമയം എടുത്ത് പ്രോസസ്സ് ചെയ്താലും അതിനകത്തുനിന്ന് ഒരു 2% ജലാംശത്തെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിൽ കൂടുതൽ കുറയത്തില്ല. കേരളത്തിൽ കിട്ടുന്ന തേനിന് കേരളത്തിന് വടക്കേ അറ്റം തൊട്ട് തെക്കേ പറ്റത്തില്ല. കേരളത്തിന് വടക്കേ അറ്റം തൊട്ട് തെക്കേ അറ്റം വരെയുള്ള തേനെടുത്ത് ഒരുമിച്ച് നോക്കിയിട്ട് അതിനകത്തെ ജലാംശത്തെക്കുറിച്ച് പഠിച്ചപ്പം നമുക്കറിയാൻ പറ്റിയത് 25% ജലാംശമാണ്. നല്ല ഉണക്ക് സമയത്ത് കിട്ടിയാൽ 23%. അതിൽ കുറച്ച് കിട്ടത്തില്ല. ആ 23% ജലാംശമുള്ള തേനെടുത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ചൂടാക്കിയാൽ 2% കൂടെ കുറയത്തുള്ളൂ. അപ്പോൾ എത്ര വരും? 21 20 നമുക്ക് FSSAI സമ്മതിക്കുന്നുണ്ട്. 20% ജലാംശത്തിൽ കറക്റ്റായിട്ട് നിർത്തുവാണെങ്കിൽ പുളിക്കത്തില്ല, പെട്ടെന്ന് കട്ട പിടിക്കത്തില്ല, അത് കൃത്യമായിട്ട് പൊക്കോളും. അതിന് നമുക്ക് മറ്റേ പ്രോസസ്സിങ് പ്ലാന്റ് തന്നെ ആശ്രയിക്കാനേ പറ്റുള്ളൂ. അത് വാക്വം ചെയ്താൽ വലിച്ച് ഈ അവിടുത്തെ ജലാംശം നീക്കം ചെയ്യുന്നത്. അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അന്നേരം മുകളിലത്തെ പാളി മാത്രമേ ചൂടാകുന്നുള്ളൂ, ഡ്രയറിൽ നിന്ന് ഇത് പോകത്തുള്ളൂ. ചിലർ പറയും ഹ്യൂമിഡിഫയർ ഉപയോഗിച്ചാൽ മതിയെന്ന്. ഡീഹ്യൂമിഡിഫയർ ഉണ്ടല്ലോ, അത് നമ്മൾ തേൻ വെച്ചിരിക്കുന്ന മുറിക്കകത്ത് അത് വെച്ചിട്ട് അത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ തേനിനകത്തെ ജലാംശം പറ്റുമെന്നാണ് പറയുന്നത്. പറ്റത്തില്ല, ഉണ്ട്. അങ്ങനെ വരുമ്പോഴാ മുകൾ ഭാഗം മാത്രമേ പോകുന്നുള്ളൂ. തേൻ ഇളകിക്കൊണ്ടിരിക്കണം, അതിനുള്ളൊരു സൗകര്യം വേണം. അല്ല, ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും, ഒന്നാമത്തെ. രണ്ടാമത് ചില ആൾക്കാർ പറഞ്ഞ് ഈ നമ്മുടെ എന്താ UV ഷീറ്റ് ഉണ്ടല്ലോ, മറ്റേ ഷെയ്ഡ് ഇട്ട് ഉണ്ടാക്കുന്ന നമ്മുടെ ഈ മഴമറ അതിൻ്റെ ഷീറ്റിട്ട് ഷെഡിനകത്ത് വെച്ച് കഴിഞ്ഞാൽ വലിയ പരന്ന പാത്രത്തിൽ ഒഴിച്ച് വെച്ചാൽ മതി, തേനിനകത്ത് ജലാംശം വറ്റി കിട്ടും. ശരിയാണ്, വറ്റി കിട്ടും. രാവിലെ നമ്മൾ തേൻ വെച്ചാൽ വയ്യോളം വെക്കണം. അപ്പോൾ എത്ര മണിക്കൂറായി? ഏകദേശം 6-7 മണിക്കൂറോളം ഇരിക്കണം.
ഈ 7 മണിക്ക് സമയത്ത് നമ്മുടെ ഈ UV ഷീറ്റ് ഇട്ട ഷെഡിനകത്തൊന്ന് കയറി ഇരുന്ന് നോക്കി, എന്താ ചൂടെന്ന്. ഭയങ്കര ചൂടാണ്, നിയന്ത്രിക്കാൻ പറ്റില്ല. കണ്ടാമിനേഷൻ മാത്രമല്ല സാറേ, ഈ ചൂട് ഭയങ്കരമില്ലേ. ചൂട് കൊണ്ട് എന്ത് സംഭവിക്കുമെന്നറിയാം. തേനിനകത്ത് ഈ സാച്ചുറേറ്റഡ് ഷുഗറാണ് നമ്മുടെ പഞ്ചസാര തേനെന്ന് പറയുന്നത്. അതിനകത്ത് HMF വർദ്ധിക്കും, ഹൈഡ്രോക്സി മീഥൈൽ ഫെർഫറോൾ. അത് ഉറപ്പായ ഒരു കാര്യമാണ്. ഞങ്ങൾ മാവേലിക്കര ഓഫീസിലുള്ള സമയത്ത് ഞങ്ങളത് പരീക്ഷിച്ച് നോക്കിയതാണ്, നടക്കത്തില്ല. ചില ആൾക്കാർ ഭയങ്കര ഒരു മലപ്പുറത്തൊരു ഇക്ക പറയുന്നുണ്ട്, ഇതൊക്കെ കളിപ്പീരാണ്, ഇതേ ഇങ്ങനെ വെച്ചാൽ ഞാനത് കണ്ടുപിടിച്ചത്. പിന്നെ അതിന് മുമ്പ് കണ്ണൂർ നമ്മുടെ ഒരു ജലീൽ എന്ന് പറയുന്ന പുള്ളിക്കാരൻ പറഞ്ഞു, ഞങ്ങളെ കണ്ടുപിടിച്ച ഗ്രൂപ്പിലൊക്കെ അടിയിട്ട് എന്തുമാത്രം അടിയാണ് വെച്ചിട്ടുള്ളത്. ഒരിക്കലും അത് വിജയിക്കത്തില്ല. ഞങ്ങൾ ഒത്തിരിയും പരീക്ഷണങ്ങൾ നടത്തി വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കർഷകർക്ക് അതുപോലെ ഞങ്ങളുടെ ഉദ്ദേശം അത് തന്നെയായിരുന്നു, ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാം, കർഷകർക്ക് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്ഥാപനത്തിനൊരു ഇത് വരുന്നുള്ളൂ. അതിനുവേണ്ടി ഒത്തിരിയും പരീക്ഷണങ്ങൾ നടത്തി നോക്കിയതാണ്, നടക്കത്തില്ല. ഒരു വർഷം വരെ ആ സമയം കൊണ്ട് നമുക്ക് വിറ്റ് തീർക്കാൻ പറ്റുക. ഒരു കാര്യം ഞാൻ പറയാം, എപ്പോഴും ഏറ്റവും നല്ല തേൻ ഏതാ? പ്രോസസ്സ് ചെയ്യാത്ത തേനാണ് നല്ലത്. കാരണം എന്താ? ഈ തേനാക്കുന്നത് എങ്ങനെയാണ്? അവർ പൂന്തേനെ വലിച്ചു കുടിക്കുമ്പോൾ അവരുടെ വായിൽ നിന്ന് വരുന്ന ഇൻവെർട്ടൈസ് എന്ന് പറയുന്ന എൻസൈമും ഗ്ലൂക്കോസ് ഓക്സിഡൈസ്, സൈലേസ്, കാറ്റലിസ്റ്റ്, ഡയസ്റ്റിസ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ ചേർന്നിട്ടാണല്ലോ ആ 5 തരം എൻസൈം ചേർന്ന് ഇതിനെ ദഹിപ്പിക്കുന്നത്. ഈ എൻസൈംസ് എന്ന് പറയുന്നത് ജീവനുള്ള ജീവിയാണ്. ചൂടാകുമ്പോൾ അതെന്ത് സംഭവിക്കും? അത് ചത്തുപോകും. അതോടുകൂടി പിന്നെ തേനെന്ന് പറയുന്നത് കുറച്ച് എന്താ പറയുക, ഒരു കട്ടിയുള്ള പദാർത്ഥം, അത്രയേ ഉള്ളൂ, ഒരു ലിക്വിഡ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ തേൻ്റെ ഗുണം നിലനിൽക്കണമെങ്കിൽ ചൂടാകാതിരിക്കുന്നത് എപ്പോഴും നല്ലത്. അപ്പം നമ്മളൊക്കെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും എങ്ങനെ ഉപയോഗിക്കണം? പച്ചത്തേൻ തന്നെ ഉപയോഗിക്കണം. അത് പാകമായ പച്ചത്തേനെ ഉപയോഗിക്കാവും. അപ്പം അത് ഒരു വർഷം കൊണ്ട് നമുക്ക് വിറ്റ് തീർക്കാൻ പറ്റിയ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ കടയിൽ കൊണ്ടുവച്ച് നമുക്കത് വിൽക്കാൻ ഒക്കത്തില്ല. ഇനിയും വിൽക്കാം. കടയിൽ വെക്കുമ്പോൾ നമ്മൾ എന്തെഴുതി വെക്കണം? റോഹണി. അപ്പോൾ അതിന് പ്രശ്നമില്ല, നമ്മൾ റോഹണിയുടെ വിലയെ മേടിക്കുന്നുള്ളൂ. അങ്ങനെ നമുക്ക് വിൽക്കാൻ പറ്റും, റോഹണിയായിട്ട് വിൽക്കാം. ലേബൽ ചെയ്യാൻ പറ്റത്തില്ല. ലേബൽ ചെയ്താൽ അത് പ്രോസസ്ഡ് ആയിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പരിചയക്കാർക്കൊക്കെ വിറ്റ് തീർക്കാനുള്ള ഇപ്പോൾ ഒരു 100-200 കിലോ അല്ലെങ്കിൽ 2 കിൻഡൽ 3 കിൻഡൽ തേനൊക്കെയാണ് അങ്ങനെ അങ്ങ് വിറ്റ് തരും. ഇപ്പോൾ 2 ടൺ 3 ടൺ തേനൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം പാടാണ്. അപ്പോൾ അവർക്ക് പ്രോസസ്സ് ചെയ്തേ പറ്റൂ. അപ്പം പ്രോസസ്സിങ് ഒന്ന് ട്രഡീഷണൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ട്രഡീഷണൽ പ്രോസസ്സ് ചെയ്യുമ്പം ഈ വെള്ളത്തിൻ്റെ ചൂടും തേനിൻ്റെ ചൂടും അറിയാൻ നമുക്കൊരു തെർമോമീറ്റർ വേണം. അത് കഴിവതും നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ തെർമോമീറ്റർ മേടിക്കുക. സ്റ്റീലിൻ്റെ കിട്ടും, അത് നമുക്ക് മേടിക്കാൻ കിട്ടുന്നത് ഒരു 950 രൂപയൊക്കെ ആവുള്ളൂ. അതിന് കയ്യിൽ നിന്നും താഴെ വീണാൽ പോലും പേടിക്കാനൊന്നുമില്ല. ഡയലുള്ള ടൈപ്പ് അതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് മുക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും പേടിക്കാനൊന്നുമില്ല. ഈ നമ്മൾ ഗ്ലാസിൻ്റെ ടൈപ്പൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടാനുള്ള സാധ്യത വളരെ കുറവ്. പൊട്ടിയാൽ അതിനകത്ത് മെർക്കുറിയാണ്, അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിവതും മെക്കാനിക്കൽ തെർമോമീറ്റർ വാങ്ങിച്ചാൽ, എനിക്ക് തോന്നുന്നു നമ്മുടെ നെറ്റിലൊന്ന് അടിച്ചു നോക്കിയാൽ മതി, ബോംബെ ബേസ്ഡ് ഒത്തിരി കമ്പനികൾ അത് ചെയ്യുന്നുണ്ട്. ഈ ബോയിലറിനകത്തൊക്കെ അത് ഫിറ്റ് ചെയ്യുന്ന. അപ്പോൾ അത് നമുക്ക് മേടിക്കാൻ കിട്ടുന്നു. 900 രൂപ 1000 രൂപയ്ക്കകത്തേ വരുള്ളൂ. ഒരു വൺസ് മേടിച്ച് കഴിഞ്ഞാൽ അതങ്ങ് അവിടെ ഇരുന്നോളൂ. പിന്നെ നമുക്ക് വേണ്ടത് രണ്ടാമതൊരു പ്രോസസ്സിങ് എന്ന് പറയുന്നത് മെഷീൻ പ്രോസസ്സിങ്. അപ്പം മെഷീനിലുള്ള പ്രോസസ്സിങ് നമുക്ക് എന്തിനാണ് നമ്മൾ തേൻ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മളുടെ മോയ്സ്ചർ കണ്ടൻറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്കറിയാം 20% കൊണ്ടുവരണം. 2 ക്രിസ്റ്റലൈസേഷൻ ഡിലേ ചെയ്യാൻ വേണ്ടി. നമുക്കറിയാം തേൻ്റെ ഒരു ജനറൽ പ്രോപ്പർട്ടിയാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. തന്നെ അത് ക്രിസ്റ്റലൈസ് ആവും, ക്രിസ്റ്റൽ ആകുന്ന ഒരു സ്വഭാവമുണ്ട്, അതിന് ഉള്ള ഒരു സ്വഭാവം. കാരണം തേനിലടങ്ങിയിരിക്കുന്ന ഗ്ലൂക്കോസാണ് അതിന് സഹായിക്കുന്നത്. ഗ്ലൂക്കോസിന് അതിന് സഹായിക്കാൻ കാരണമാണ് ജലാംശം കിട്ടുമ്പോൾ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തതെന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്തുള്ള ഈസ്റ്റ് സെല്ലിനെ നശിപ്പിച്ച് കളയുക, നമ്മുടെ തേനിനകത്തുള്ള. പിന്നെ ഷെൽഫ് ലൈഫ് കൂട്ടുക. ഈ 3-4 കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്രോസസ്സിങ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പം ഇപ്പം മാർക്കറ്റിൽ ഉള്ളതിലൊരു പ്രോസസ്സിങ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ മാവേലിക്കര ഹോർട്ടികോർപ്പിൻ്റെ ഓഫീസിൽ വെച്ചിരിക്കുന്ന പ്രോസസ്സിങ് പ്ലാന്റായി കാണുന്നത്. ഇതാണ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിൽ ഇനി അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒന്ന് പ്രീ ഹീറ്റിംഗ്, അതായത് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കും. അത് ഒരു 45 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ ചൂടാക്കത്തുള്ളൂ തേൻ.
എന്ന് പറഞ്ഞാൽ അപ്പോൾ അറിയാമല്ലോ അധികം ചൂടായിട്ടില്ല, ഒരു 45 ഡിഗ്രി മാത്രം. ആ 45 ഡിഗ്രി ചൂടാക്കുന്നതിൻ്റെ ഉദ്ദേശം ആ സമയത്ത് ഏകദേശം അതിനകത്തുള്ള മെഴുക് പിന്നെ അതുപോലെ തന്നെ മറ്റ് ഇമ്പ്യൂരിറ്റീസ് ഇതൊക്കെ ഒന്ന് വേർതിരിയും. രണ്ടാമത്തെ കാര്യം, ആ തേനിന് ചെറിയ ചൂട് വരുമ്പോൾ അതിൻ്റെ വിസ്കോസിറ്റി കുറയും. അപ്പോൾ കുറച്ച് ലിക്വിഡ് ഫോമിലേക്ക് ഒന്നുകൂടെ കുറച്ചുകൂടെ അങ്ങ് ലൂസായി കിട്ടും. എങ്കിലേ നമുക്ക് അതിനെ ഫിൽറ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ഫിൽറ്ററിനകത്തൂടെ വരത്തില്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്യും. അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഫിൽറ്ററിങ്. അത് നമുക്ക് ആ ഫിൽറ്ററിങ്ങിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ പഠിക്കാം. പിന്നെ മൂന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് മോയ്സ്ചർ റിഡക്ഷൻ. ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ തേനിനകത്ത് നടക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇതാണ് നമ്മളുടെ അതിൻ്റെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. അതായത് ആ മെഷീനിൽ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നുള്ളത്. ഏറ്റവും ആദ്യമേ നമ്മൾ റോഹണി ഒഴിച്ചു കൊടുക്കുന്നു. ആ റോഹണി ഒഴിച്ചു കൊടുക്കുന്ന പ്രീ ഹീറ്റിംഗ് വെസലിനകത്തേക്കാണ്. പ്രീ ഹീറ്റിംഗ് വെസലിനകത്ത് നിന്ന് ഫിൽട്ടർ പമ്പിലേക്ക് പോകും. ഫിൽട്ടർ പമ്പിൽ നിന്ന് ഫിൽറ്റിംഗ് യൂണിറ്റ് ഫിൽട്ടർ ചെയ്തതിന് ശേഷം അത് ഇൻ്റർമീഡിയറ്റ് ടാങ്കിലേക്ക് പോകും, സെക്കൻഡ് ടാങ്കിലേക്ക് പോകും. ഈ സെക്കൻഡ് ടാങ്കിൽ നിന്നാണ് ഇതിനെ മോയ്സ്ചർ റിഡക്ഷൻ യൂണിറ്റിലേക്ക് കടത്തിവിടുന്നത്. ഈ മോയ്സ്ചർ റിഡക്ഷൻ യൂണിറ്റിലേക്ക് കടത്തി വരുമ്പോൾ അവിടെ ചൂടാക്കുന്നുണ്ട് നമ്മൾ. ഹോട്ട് വാട്ടർ കടത്തിവിടും. എന്നിട്ട് ആ സെയിം ടൈമിൽ ഇതൊരു വാക്വം ചേമ്പറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ വാക്വം ചേമ്പർ കണക്ട് ചെയ്തിരിക്കുന്നത് വാക്വം പമ്പ് ഉപയോഗിച്ച് ഇതിനകത്ത് ജലാംശത്തെ വലിച്ചെടുത്ത് അത് കണ്ടൻസ് ചെയ്ത് എന്ന് പറഞ്ഞാൽ തണുപ്പിച്ച് അതിനെ കോൾഡ് വാട്ടറാക്കി നമ്മളൊരു വേറൊരു ടാങ്കിലേക്ക് മാറ്റുക ചെയ്ത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഈ വാക്വം ചേമ്പറിൽ നിന്ന് പ്രോസസ്ഡ് ഹണി വേറെ സെപ്പറേറ്റ് കിട്ടും. നമുക്ക് ഈ കണ്ടൻസ് യൂണിറ്റ് വരുന്നതിനകത്തുനിന്ന് നമ്മൾ വെള്ളം വേർതിരിച്ചെടുത്ത് മാറ്റുകയും ചെയ്യും. അപ്പോൾ ഈ കണ്ടൻസ് ചെയ്യാനായിട്ട് നമ്മൾ കോൾഡ് വാട്ടർ കടത്തി വിട്ടിട്ടാണ് ഇതിനെ തണുപ്പിച്ചിട്ടാണ് ജലത്തെ ആ നീരാവിയെ ബാഷ്പീകരിച്ച് വന്ന നീരാവിയെ തണുപ്പിച്ച് വെള്ളമാക്കി മാറി. ഇത്രയേ ഉള്ളൂ അവിടുത്തെ പ്രവർത്തനം എന്ന് പറയും. ഇതാ ആ മെഷീൻ്റെ ശരിക്കും പറഞ്ഞ ഡയഗ്രം എന്ന് പറയുന്നത്. ഇനി അത് വിശദമായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ആദ്യമേ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് ലെവൽ, അതായത് പ്രീ ഹീറ്റിംഗ് ടാങ്ക്. ഈ പ്രീ ഹീറ്റിംഗ് ടാങ്കിന് മുകളിൽ നമുക്ക് കാണാം ഒരു പമ്പുണ്ട്, ഒരു ഗിയർ പമ്പാണ്. ആ ഗിയർ പമ്പായതുകൊണ്ട് പിടിച്ച് കറക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അത് സാധാരണ മോട്ടറല്ല, പക്ഷെ അതിലൊരു അജിറ്റേറ്ററൂടെ പിടിപ്പിച്ചിട്ടുണ്ട്, ബ്ലേഡ്, ഒരു ബ്ലേഡുണ്ട്. അപ്പോൾ അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും, കറങ്ങുന്നതനുസരിച്ച് ഈ തേൻ ഇളകിക്കൊണ്ടിരിക്കും. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേൻ ശരിക്കും ഒരേപോലെ യൂണിഫോമായിട്ട് ചൂടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വെസലിന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, ഇത്രയും കനമുണ്ട് കണ്ടോ, ഇത് 2 പാളിയാണ്. ഇതിനകത്ത് നമ്മളിത് ഇതുവഴി വെള്ളം നിറച്ചിട്ടുണ്ട്. ഈ വെള്ളം നമ്മൾ ഹീറ്റർ ഉപയോഗിച്ച് ഹീറ്റാക്കിക്കൊണ്ടിരിക്കും. അത് 45 ഡിഗ്രിയാണ്. അതിനെ ഒരു തെർമോസ്റ്റാറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ അത് നമ്മൾ അവിടെ സെറ്റ് ചെയ്തേക്കുന്നത് 45 ഡിഗ്രിയാണ്. 45 ഡിഗ്രി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഓഫാകും. വീണ്ടും ചൂട് കുറയുമ്പോൾ തന്നെ ഓണാകും. അപ്പോൾ എപ്പോഴും ഇതിനകത്ത് ചൂടെന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി കോൺസ്റ്റൻ്റായിട്ട് നിൽക്കും. അപ്പം ഇതിനകത്തുള്ള തേൻ ഇളകിക്കൊണ്ടിരുന്നില്ല എങ്കിൽ ആ ഒരു സൈഡിലെ മാത്രം തേനെ ചൂടാകത്തുള്ളൂ. അപ്പോൾ അത് ഇലക്ട്രിക് ഹീറ്ററാണ്, 1000 വാട്ടിൻ്റെ 2 ഇലക്ട്രിക് ഹീറ്ററാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചൂടാകുന്നതനുസരിച്ച് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. ഒരു 45 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് സമയം നമ്മൾ ചൂടാക്കും. ആ 20 മിനിറ്റ് കൊണ്ട് ഇത് ലൂസാകുമ്പോൾ അതിനെന്ത് ചെയ്യുന്ന അടുത്ത് നമ്മൾ ചെയ്യുന്ന ഫിൽട്രേഷനാണ്. ഇവനെ നേരെ ഇവിടെ നിന്ന് ഫിൽറ്ററിലേക്ക് കടത്തിവിടും. അപ്പം ഫിൽറ്ററിങ് പമ്പെന്ന് പറയുന്നത് അതൊരു പിന്നെ എന്താ പറയുന്നത്, അതിനകത്തൊരു 7 ലെയർ ഫിൽട്ടർ യൂണിറ്റ് ഉണ്ട്. അപ്പം അത് മൈക്രോ ഫൈബറുണ്ട്, സ്റ്റീലുണ്ട്, അങ്ങനെയുള്ള ഒരു യൂണിറ്റാണ്. അത് ഒരു മൈക്രോ ഫൈബറിൻ്റെ മുകളിലൊരു സ്റ്റീലിൻ്റെ ഒരു നെറ്റും കൂടെ വെച്ചിട്ടാണ് അതിനെ ഫിൽറ്റ് ചെയ്ത് വിടുന്നത്. അതിനകത്തേക്ക് ഹൈ പ്രഷറിലാണ് കയറ്റി വിടുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് അവിടെയും ഒരു ഗിയർ പമ്പാണ്. ഈ കാണുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു ഗിയർ പമ്പാണ്. ആ ഗിയർ പമ്പ് വെച്ച് അതിനെ പ്രഷറിൽ ഇതിനകത്തേക്ക് കടത്തിവിട്ട് പ്രഷറിൽ ആ 7 ലെയറിനകത്തൂടെ കയറി ഇറങ്ങുമ്പം അത് നേരെ നല്ല ഫിൽട്ടായിട്ട് അതിനകത്ത് ഒരു 40 മൈക്രോൺ വരെയുള്ള സാധനങ്ങൾ അതിനകത്ത് ഫിൽറ്റാവും. അത് നമ്മളതിനകത്ത് മൈക്രോ ഫൈബർ മാറ്റുന്നതനുസരിച്ച് നമുക്ക് 40 മൈക്രോൺ എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നത്. സ്പ്രേ ആയിട്ടല്ല, അല്ലാതെ തന്നെ വരുന്നത്. അത് നല്ല കട്ടിയായിട്ട് തന്നെ അങ്ങ് വീഴുക. അത് അടുത്ത സെക്കൻഡറി ടാങ്കിലേക്ക് പോയി സ്റ്റോർ ആവുക ചെയ്യുന്നത്.
അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇത് ഈ ഫിൽട്ടർ യൂണിറ്റ് ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്ത് ഇതിനെ നേരെ സെക്കൻഡറി ടാങ്കിൽ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ടാങ്കിലേക്ക് കൊണ്ടുപോകും. ആ ഇൻ്റർമീഡിയറ്റ് ടാങ്ക് ഉണ്ടല്ലോ നമ്മൾ ഒരു 60 ഡിഗ്രി ചൂടുള്ള ഒരു മോയ്സ്ചറൈസേഷൻ യൂണിറ്റിലേക്ക് അവിടെ നിന്ന് നമ്മൾ ഡോസ് ചെയ്ത് കൊടുക്കുക ചെയ്തു. അപ്പം നമ്മൾ ഈ ഇൻ്റർമീഡിയറ്റ് ടാങ്കിലേക്ക് കൊണ്ടുപോയതിന് ശേഷം നേരെ ഇത് നമ്മളൊരു ഡോസിങ് പമ്പ് വെച്ച് ഡോസ് ചെയ്താൽ കയറ്റിവിടുന്നത്. ഇതാണ് ഡോസിങ് പമ്പ് എന്ന് പറയുന്നത്. ഇതും പറഞ്ഞ പോലെ ഗിയർ പമ്പ് തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1 സെക്കൻഡിൽ ഇത്ര അല്ല 1 മിനിറ്റിൽ ഇത്ര തേൻ വീതമേ അങ്ങോട്ട് പമ്പ് ചെയ്യാവൂ. അത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ കാണുന്ന ഈ ഡയഫ്രത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഒഴിച്ചു വെച്ചിരിക്കുന്ന തേനിനകത്ത് ജലാംശം കൂടുതലാണെങ്കിൽ നമ്മൾ ഡോസിങ് കുറച്ച് വെക്കും. ചെറിയ അളവിലേ വിടത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ കട്ടിക്ക് അങ്ങോട്ട് ചെല്ലത്തില്ല. അപ്പം തീരെ നേർത്ത് ചെല്ലുമ്പോൾ പെട്ടെന്ന് ചൂടായി കൂടുതൽ ജലാംശം വലിക്കും. നമുക്ക് കൂടുതൽ ജലാംശം വലിച്ചു മാറ്റാൻ വേണ്ടി. എന്നാൽ ജലാംശം കുറഞ്ഞ തേനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ കയറ്റി വിടും. അപ്പോൾ ഈ ഡോസിങ് പമ്പിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഡോസിങ് പമ്പിൽ നിന്ന് നേരെ ഇത് പോകുന്നത് മോയ്സ്ചർ റിഡക്ഷൻ യൂണിറ്റാണ്. ഈ മോയ്സ്ചർ റിഡക്ഷൻ യൂണിറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തേനീച്ചയുടെ ചിറകടിച്ച് അവരെങ്ങനെയാണോ കൂട്ടിൽ ജലാംശത്തെ വറ്റിക്കുന്ന അതേ മെത്തേഡിലാണ് അവിടെ ഇത് നടക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം തേനീച്ചയുടെ കൂട്ടിൽ അവർ തേൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അറയ്ക്കുള്ളിൽ പാളികളായിട്ട് കനം കുറച്ച് നിരത്തി വെച്ചിട്ടാണ് ഈ ചിറക് വീശുന്നത്. 1/10 mm കനത്തിലാണ് അവർ പാളികളായിട്ട് കൊണ്ട് നിറയ്ക്കുന്നത്. ഇവിടെയും അതുപോലെ തന്നെയാണ്. നമ്മുടെ മുകളിൽ ചെല്ലുന്ന തേൻ ഒരു ചെറിയ 7 ട്യൂബുകളാണ്. ഈ നടുക്കത്തെ ആ വലിയ ട്യൂബിനകത്ത് 7 ട്യൂബ്. ആ ട്യൂബിനകത്തൂടെ വളരെ നൂല് പോലെ ഒഴുകി വരും. അപ്പോൾ ആ ട്യൂബിനെ ചുറ്റിയിട്ട് ചൂടുവെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ആ ചൂടുവെള്ളം എന്ന് പറയുന്നത് നമ്മൾ 50 തൊട്ട് 60 ഡിഗ്രിക്കകത്താണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ 60 ഡിഗ്രിയിൽ ഉള്ള ചൂടുവെള്ളത്തിൻ്റെ നടുക്കൂടുള്ള പൈപ്പിൽ കൂടി ഇങ്ങനെ നൂല് പോലെ ഒഴുകി വരും. ഞാൻ ചോദ്യം ചോദിക്കുന്നത്, ഈ 60 ഡിഗ്രിയിൽ വെള്ളം തിളയ്ക്കുമോ? തിളയ്ക്കത്തില്ല. എത്ര ഡിഗ്രി വേണം? 100 ഡിഗ്രി വേണം. പക്ഷേ 100 ഡിഗ്രി ഉണ്ടെങ്കിലേ ആവിയാകത്തുള്ളൂ, നീരാവി ആകത്തുള്ളൂ. തിളച്ച് നീരാവിയാണ്. നമുക്ക് നീരാവിയാക്കിയാലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, തേനിനകത്തെ വെള്ളത്തെ വലിച്ചെടുക്കാൻ ഒക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നിയമം ഇവിടെ എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഷർ കുറയ്ക്കണം. പ്രഷർ കുറച്ച് ഇപ്പം നമ്മൾ നിൽക്കുന്നത് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ്. അതെന്ന് പറഞ്ഞാൽ 760 mmf of Hg ആണ്. മെർക്കുറിയുടെ ഇതിലാണ് നമ്മൾ അളക്കുന്നത്. അപ്പം നമ്മൾ 760 mmf Hgയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിലും കുറച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വെള്ളത്തെ ബാഷ്പീകരിക്കാൻ പറ്റുള്ളൂ ചെറിയ ചൂടിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു വാക്വം പമ്പ് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ വാക്വം പമ്പ് വെച്ച് കണക്ട് ചെയ്തിട്ട് അതാണ് നമ്മുടെ വാക്വം പമ്പ്. ഈ വാക്വം പമ്പ് നമ്മൾ വാക്വം ചേമ്പറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. വാക്വം ചേമ്പറിലേക്കാണ് നമ്മളുടെ തേൻ ഒഴുകി വരുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഈ വാക്വം പമ്പ് വെച്ച് ഈ വാക്വം ചേമ്പറിലെ പ്രഷർ കുറച്ച് 710 ആക്കും. 710 mmf of Hg ആക്കുമ്പോഴെന്തോ പറ്റുമെന്ന് അറിയാം, ഈ 60 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ തന്നെ തേൻ തിളയ്ക്കാൻ തുടങ്ങും. തിളച്ചിങ്ങനെ മറിയുന്നത് നമുക്ക് കാണാം. ആ ടാങ്കിനകത്തൊക്കെ നമുക്ക് നോക്കുമ്പോൾ കാണാം. എന്നിട്ട് അതിങ്ങനെ കൊമളിച്ച് അതിനകത്തെ വെള്ളം മുഴുവൻ പുറത്തേക്ക് വരും. അതെന്ത് ചെയ്യുന്നറിയാം, നമ്മുടെ വാക്വം പമ്പ് വെച്ച് അതിനെ ഇങ്ങനെ വലിച്ചെടുത്ത് അതിനെ നേരെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഒരു ഹീറ്ററിൻ്റെ ഒരു ടാങ്ക് വെച്ചിട്ട് അതിനകത്ത് വെള്ളം വെച്ച് ചൂടാക്കിയിട്ടാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ ചുറ്റിയാണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്തുകൂടെ ഔട്ടറിൽ കൂടെ ആ ചൂടുവെള്ളം ഒഴുകുന്നത്. അതേ മെത്തേഡിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാം, ഇതിനകത്തുനിന്ന് വരുന്ന നീരാവിയെ വലിച്ചത് ഇതുവഴി കൊണ്ടുവരുമ്പം ഇതിൻ്റെ പുറത്തെ സ്പൈറൽ പോലെ ചുറ്റിയേക്കുന്നില്ല, അതിനകത്തൂടെ തണുത്ത വെള്ളം ഒഴുകുന്നത്. അപ്പോൾ അന്നേരം കണ്ടൻസ്ഡ് ആയിട്ട് ആ നീരാവി താഴെ ഇരിക്കുന്ന ഒരു ചെറിയ ടാങ്കിനകത്ത് പോയി അത് വെള്ളമായിട്ട് മാറും. അപ്പം നമ്മുടെ ഈ മെഷീനിൽ ചൂടാക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേൻ എന്താകുന്നില്ല, ചൂടാകുന്നില്ല. തേൻ ചൂടാകാതെ തന്നെ നമുക്ക് ഇതിനകത്തെ ജലാംശത്തെ വലിച്ചു മാറ്റാൻ പറ്റും. അങ്ങനെ ജലാംശം വലിച്ചു മാറ്റുമ്പോൾ അത് നല്ല ഫിൽറ്ററും ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിനകത്ത് ഓസ്മോഫീലിക് ഈസ്റ്റും വരത്തില്ല. അപ്പം നമ്മുടെ തേൻ കേടാകാതെ ഇരിക്കും. തേനിന് രുചിയിൽ വലിയ വ്യത്യാസവും വരത്തില്ല. അതുകൊണ്ട് നമ്മുടെ നോബിളിയേട്ടന് ഇവിടുന്ന് തേൻ കൊണ്ടുവന്ന് അവിടെ വന്നാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ഇവിടുന്ന് അങ്ങ് കൊണ്ടുവരും. അവിടെ കൊണ്ടുവന്ന് അവിടുന്ന് എന്തോ ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ളത് അതാണ്. പിന്നെ പത്തനംതിട്ട ചിറ്റാറിലുണ്ട്.
കലഞ്ഞൂർ ജോസ് സാറിന്. അത് ഇവിടുന്ന് ദൂരം വെച്ച് നോക്കുമ്പം ലാഭം കൊച്ചാൽമൂടാണ്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ അടുത്ത പാലായിലെ ഹരിതം അവർ വരുന്നുണ്ട്. ഒരു 3 മാസത്തിനകത്ത് അത് റെഡിയാവും. പാലായിലാവും ഹരിതം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാലായിൽ നമ്മുടെ എനിക്ക് രൂപതയുടെ കീഴിലാണ് കൊല്ലപ്പള്ളി ഇല്ലേ. അത് ഒരു 3 മാസം കൂടെ സമയമെടുക്കും. അപ്പോൾ റെഡിയാവും. ഈ വർഷം നിങ്ങൾക്ക് പ്രോസസ്സ് ചെയ്യാം. രൂപതയുടെ കീഴില്ല, രൂപതയുമായിട്ട് ചേർന്നാ. അപ്പം അത് നമ്മുടെ ബാങ്ക് മാനേജർ ഒരു തോമസ് സാറുണ്ട്, സാറും ഒക്കെ കൂടെ ചേർന്ന. എന്തോ ഒരു കിലോയ്ക്ക് ഇപ്പോൾ ഹോർട്ടികോർപ്പ് ചെയ്യുന്നത് 13.60 തുമ്പമണ്ണ് ഒരെണ്ണമുണ്ട്, അത് പിന്നെ മലങ്കര സഭയുടെ കീഴിൽ വരുന്ന. അവർ 13.90 അല്ല, അവർ 14.90 വെച്ച് അവർ ചെയ്യും. ഇവർ 13.60 അവർ 14.60 വെച്ച് ചെയ്യുന്നത്. പിന്നെ മറ്റേ ജോസ്റ്റാൻ്റെ അവിടെയും 13.60. അതായത് 25% ജലാംശമുള്ള തേനാണ് നമ്മൾ ഇതിൽ പ്രോസസ്സ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 5% വലിച്ചു മാറ്റണമല്ലോ. അപ്പം 100 കിലോയ്ക്ക് 5 കിലോ ജലാംശം കുറയും. പിന്നെ ഈ ടാങ്കിൻ്റെ ഈ പൈപ്പിനകത്തൂടെ എല്ലാം കയറി ഇറങ്ങി വരുമ്പം കുറച്ചൊക്കെ പൈപ്പിലും ഒക്കെ പറ്റി പിടിക്കും, കുറച്ച് ഈ ഫിൽറ്ററിനകത്ത് പറ്റി പിടിച്ചു പോകും. അങ്ങനെ വരുമ്പോൾ ഒരു 2% അതും കുറയും. അപ്പോൾ 5 നിന്ന് 7 കിലോ നമുക്ക്, അതെ 100 കിലോ പ്രോസസ്സ് ചെയ്താൽ 25% ജലാംശമുള്ള തേനാണെങ്കിൽ 93 കിലോയെ കിട്ടും. അപ്പോഴും പക്ഷേ നമുക്ക് ലാഭമാണ്. എന്താണെന്ന് വെച്ചാൽ ഒന്ന് ചൂടാകാത്ത നല്ല രുചിയായിട്ടുള്ള തേൻ കിട്ടും. മുമ്പേ പറഞ്ഞ പോലെ ഓസ്മോഫീലിക് ഈസ്റ്റുകൾ മാത്രമേ ക്രിസ്റ്റലാകത്തില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ നോബിളിയേട്ടനാണെങ്കിൽ 20 എന്നുള്ളിടത്ത് 19 എടുത്തുള്ളൂ. കുറച്ച് 0.5 കൂടെ കുറച്ചിടും. അപ്പോൾ ഒന്നുകൂടെ ഭയങ്കര കട്ടിയായ തേനാണ് കിട്ടും. അത് ഈ കർഷകൻ മേടിക്കുന്ന കസ്റ്റമർക്ക് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കട്ടി ഇങ്ങനെ മടങ്ങി വീഴുന്ന തേൻ കിട്ടും. കാണുമ്പോഴും ഒരു പ്രത്യേക ഒരു ഇതുണ്ട്, രുചിയിലും നല്ല. എന്തോ ഞാൻ പറഞ്ഞു 1 കിലോയ്ക്ക് 13.60. അപ്പം 100 കിലോ വരുമ്പോൾ അതേ ഗുണം 2300 ചില. അവിടെ 100 കിലോ വരെ ഏറ്റവും കുറഞ്ഞത് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ തുമ്പമണ്ണ മലങ്കര സഭയുടെ ഒരെണ്ണമുണ്ട്, അവിടെ 50 കിലോ വരെയും ചെയ്യാൻ പറ്റുന്നു. ഹോർട്ടികോർപ്പിൽ തന്നെ ഒരു മിനി പിന്നെ പ്രോസസ്സിംഗ് പ്ലാന്റ് ഉണ്ട്. അത് മൊബൈൽ യൂണിറ്റാണ്, അതൊക്കെ ലോറിക്കകത്ത് പിടിപ്പിച്ചിരിക്കുക. അത് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെവിടെ എന്താണെന്ന് എനിക്കറിയത്തില്ല, ഏത് ട്രിവാൻഡ്രത്താണോ എവിടെയാണെന്ന് അറിയത്തില്ല. അത് മൊബൈലായിട്ട് കൊണ്ടുവന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മെഷീനായിരുന്നു. എന്തോ അതെ 6 മറ്റോ വരുന്നുണ്ട്. പിന്നെ അപ്പം ഇതാണ് പ്രോസസ്സിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മറ്റേ ഇതിനകത്തൊരു ഗുണമെന്ന് പറയാൻ നമ്മൾ കൈകൊണ്ടൊന്നും തൊടുന്നില്ല. ഇവിടെ പമ്പ് ചെയ്ത് നമ്മൾ ഒന്നാമത്തെ ടാങ്കിലേക്ക് വിടുന്ന പോലും ഗിയർ പമ്പ് വെച്ചങ്ങ് പമ്പ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. 304 ഗ്രേഡാണ് ഇത്. ഈ സ്റ്റീലെല്ലാം, അതുകൊണ്ട് കൊറോഷൻസ് ഒന്നും അതിനകത്ത് വരുന്നില്ല. അപ്പോൾ ഒരു അഴുക്കും വരത്തില്ല. പാലയിൽ ഒരു 3 മാസം കൂടെ ടൈം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വർക്ക് തുടങ്ങി. ഏകദേശം പ്ലാന്റ് പണി തീരാറായി. ഇനി ഇവിടെ കെട്ടിടത്തിൻ്റെ പണി തീരാത്ത താമസമുള്ളൂ എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം അത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് റെഡിയാവും. അങ്ങനെ നിങ്ങൾക്കപ്പോൾ സൗകര്യമായി. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ മുമ്പ് രാവിലെ പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും ചേർന്ന് ഇവിടെ ഒരു യൂണിറ്റ് നമ്മൾ പഞ്ചായത്ത് അന്ന് പഞ്ചായത്ത് വൈസ് വന്നപ്പോൾ പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ 15 ലക്ഷം രൂപ 18 ലക്ഷം രൂപ വരെ ഈ മെഷീന് വില വരും. അത്രയും വരും. നമ്പാട് തരും. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പം ഭൂമിയിലാണെങ്കിൽ നമുക്ക് ആ ഹോള് മതി, അപ്പുറത്തെ കാണുന്ന സ്ഥലമില്ല, അത്രയും സ്ഥലം മതി നമുക്കത് ഫിറ്റ് ചെയ്യാനായിട്ട്. ഇപ്പം പൊക്കം കുറച്ചിട്ടൊക്കെ അവർ ചെയ്യുന്നുണ്ട്, അത് ചെയ്യാൻ പറ്റും. നമുക്ക് പിന്നെ അന്ന് പഞ്ചായത്തിൻ്റെ വയസ്സ് വന്നപ്പോൾ പറഞ്ഞാൽ നമുക്ക് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് നമ്മുടെ പിന്നെ നബാർഡിന് കിട്ടും, ജില്ലാ പഞ്ചായത്തിൻ്റെ കിട്ടും. പിന്നെ എന്തോ ഉണ്ട്, അങ്ങനെ ചെയ്യാൻ പറ്റും. സബ്സിഡി അങ്ങനെയെല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു യൂണിറ്റ് ഇവിടെ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ കർഷകർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം. മറ്റുള്ള പുറത്തുനിന്ന് വരുന്നവരെ നമുക്ക് ചെയ്തു കൊടുക്കാം. 2 പേർക്ക് ജോലിയുമാവും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ചേർന്ന് അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുക.
ആദ്യം നിങ്ങളുടെ വകയായിട്ട് ഒരു ചെറിയൊരു പൈസ നിങ്ങൾ ഷെയർ ഇടുക, ബാക്കി നമ്മൾ അല്ലാതുള്ളത് സംഭരിക്കുക എന്നുള്ളതാണ്. നമ്മൾ പ്രോസസ്സിങ് ഇതാണ്. അപ്പം 2 തരം പ്രോസസ്സിങ് ഉണ്ട്. ഏറ്റവും മികച്ച പ്രോസസ്സിങ് എന്ന് പറയുന്നത് നമ്മുടെ മെക്കാനിക്കൽ പ്രോസസ്സിങ് തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും അറിയണ്ട, കൈകൊണ്ട് തൊടുന്നില്ല, കൃത്യമായിട്ട് എത്ര ഇപ്പം 25% ഉള്ളതിനകത്ത് 20 ആക്കണമെങ്കിൽ ആക്കാം, 30% ഉള്ളതാണെങ്കിൽ ഇനി 20% ആക്കാം. അത് കാരണം ആ ഡോസിങ് പമ്പിലൊന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത് ഇപ്പോൾ ആദ്യമേ തുടക്കത്തിലുണ്ടായിരുന്ന പ്രോസസ്സിംഗ് പ്ലാനിനേക്കാളൊക്കെ ഒത്തിരി അഡ്വാൻസ് ആക്കി ഇപ്പോൾ അവർ. അത് തന്നെ നമ്മൾ തിരിക്കാനും ഒന്നും പോകണ്ട, സ്വിച്ചിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം എത്ര ഡോസ് ചെയ്യണം, അങ്ങനെയൊക്കെ ഇപ്പോൾ ആയിട്ടുണ്ട്, ഒത്തിരി വ്യത്യാസമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചൂട്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്ത് ടെമ്പറേച്ചർ എത്ര വേണമെന്ന് ആക്കാനൊക്കെ അതുപോലെ അത് കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെയുള്ള മെഷീൻസൊക്കെ ഇപ്പോൾ ആയിട്ടുണ്ട്, ഒത്തിരി മികച്ച മെഷീനായിട്ട് വന്നിട്ടുണ്ട്. ഇത് വിലയാണ് ഇതിൻ്റെ ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത്. 18 ലക്ഷം രൂപയൊക്കെ വില വരുന്നുണ്ട്. അതിൻ്റെ ചെറിയ മെഷീനായാലും 100 കിലോ പ്രോസസ്സ് ചെയ്യുന്ന മെഷീനൊക്കെ ആണെങ്കിൽ ഒരു 8 ലക്ഷം രൂപയാകും. പക്ഷേ 100 കിലോ എന്ന് പറയുന്നത് നമുക്ക് ആ മെഷീനിൽ 3 ഷിഫ്റ്റ് ചെയ്യാം ഒരു ദിവസം തന്നെ. അപ്പോൾ 300 കിലോ ഒരു ദിവസം ചെയ്യാം. അങ്ങനെ വരുമ്പോൾ അതാ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ലാഭം അതാ. എന്തോ ചെറിയ യൂണിറ്റ് അത് മതി. ചെറിയ യൂണിറ്റ് എന്നല്ല സാറേ, നമുക്ക് എല്ലാവർക്കും അത് മതി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു മാക്സിമം ഒരാളുടെ 2 ടൺ തേൻ അല്ല 3 ടൺ തേൻ കാണും. ഈ 3 ടൺ തേൻ പ്രോസസ്സ് ചെയ്യാനായിട്ട് എത്ര ദിവസം വേണം? ഒരു ദിവസം 300 കിലോ ആയപ്പോൾ തന്നെ 3 ദിവസം കൊണ്ട് 900 ആയി ഇല്ലേ? അപ്പോൾ നമുക്ക് മാക്സിമം വന്നു കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച മതി. അത് കഴിഞ്ഞ് പണി തീർന്നു. അപ്പം ചെറിയ മെഷീൻ്റെ ആവശ്യമുള്ളൂ നമുക്ക്. ഈ ആവശ്യമുള്ള വലിയ മെഷീനൊന്നും നമ്മൾ മേടിച്ച് വെക്കേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് പ്രോസസ്സിങ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമ്മൾ എത്ര വർഷം വേണമെങ്കിലും പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റായിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ ഇനി 100 വർഷം ഇരുന്നാലും കേടാകത്തില്ല. പക്ഷേ കട്ടാകത്തില്ല. 20% കറക്റ്റാക്കി നിർത്തിയേക്കുമല്ലോ, കട്ടാകത്തില്ല. കട്ടാകുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? നമ്മൾ ഈ പ്രോസസ്സ് ചെയ്തത് മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചു, നമ്മൾ കുപ്പിക്കകത്ത് ഒഴിച്ചു, കുപ്പി തുറന്നു എടുത്തു, പിന്നെയും കുപ്പി അടച്ചു വെച്ചു, പിന്നെയും തുറന്നു അടച്ചു. അപ്പോൾ ഈ സമയം കൊണ്ട് ജലാംശം എന്ത് ചെയ്യും? അകത്തോട്ട് വലിക്കും. ടൈറ്റായിട്ട് അങ്ങ് അടച്ച് കെട്ടി വെച്ചേക്കാണോ, അങ്ങനെ തന്നെ ഇരിക്കുകയാണോ, കേടാകത്തേ. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഈ തേനിൻ്റെ ഒരു ജനറൽ പ്രോപ്പർട്ടിയാണ് ക്രിസ്റ്റലൈസേഷൻ. ക്രിസ്റ്റലാകാത്ത തേനെന്ന് പറയുമ്പോൾ അത് തേനല്ല. രണ്ടാമത്തെ കാര്യം, തേനിനകത്ത് ആൻറ്റി ക്രിസ്റ്റലൈസിങ് എലമെൻറ്റ് ചേർക്കാറുണ്ട്. എന്താ സാറേ സംശയം? എന്തായിരുന്നു? പറഞ്ഞോ. ക്രിസ്റ്റലായിപ്പോയി. അതെന്താന്ന് സാറേ, അടച്ച് വെച്ചേക്കുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറക്കുക അടക്കുകയും ചെയ്യുമ്പോൾ ഈ ജലാംശം വലിക്കുന്നതുകൊണ്ടാണ്. അതാ ഈ നമ്മളിപ്പോൾ കന്നാസിൽ നിന്ന് തുറന്ന് ഒഴിച്ചു, പിന്നെ കുറച്ച് കഴിഞ്ഞ് അടച്ചു. അപ്പോൾ ആ സമയം കൊണ്ട് ഇതിനകത്തേക്ക് വലിക്കാവുന്ന അത്രയും ജലാംശം, അതുകൊണ്ടാണ് ജലാംശം വലിച്ചെടുക്കുന്നത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അതിനെ ഒന്ന് ജസ്റ്റ് വെയിലത്തോട്ട് വെച്ചാൽ കഴിഞ്ഞാൽ വീണ്ടും ലൂസാവും. അല്ല ചൂടുവെള്ളത്തിലോട്ട് ഇറക്കി വെച്ചാൽ മതി. അതിൽ നിന്ന് ഒരു കാര്യം സാറിന് മനസ്സിലാക്കാം, ആ തേൻ പ്യുവർ ഹണിയാണ്. അത് ഇപ്പം മാറിയിട്ടുണ്ട് സാറേ, ഒത്തിരി മാറ്റം വന്നു. ഇപ്പം നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലൊക്കെ ആൾക്കാർ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങിയതോടുകൂടി ആ ഒരു ധാരണ ഒത്തിരി മാറിയിട്ടുണ്ട്. അപ്പം അത് നമുക്കൊരു വ്യത്യാസം ആൾക്കാർക്ക് പിടികിട്ടി തുടങ്ങിയിട്ടുണ്ട്. തേൻ തേൻ ക്രിസ്റ്റലാവും എന്നുള്ള കാര്യം. ക്രിസ്റ്റലാകാതെ കിട്ടുന്ന നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന പല തേനും തേനല്ല. രണ്ടാമത്തെ കാര്യം, അല്ലെങ്കിൽ അവരതിനകത്ത് ക്രിസ്റ്റലാകാതിരിക്കാനുള്ള എലമെൻറ്റ് ചേർത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ അത് കേടാ, അപ്പം മോശമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നല്ല തേൻ കിട്ടുക. ഇനി നമുക്ക് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ തേൻ എടുക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം ഇവിടെ നമ്മൾ തേൻ നമ്മളന്ന് കെട്ടിവെച്ചു, തേനായിട്ടുണ്ട്. ആ തേൻ എടുക്കുക. തേൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കതുകൊണ്ടൊരു ഹണി കോള ഉണ്ടാക്കി എല്ലാവർക്കും കൂടെ കുടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നറിയാം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ നമുക്ക് പതുക്കെ അങ്ങോട്ട്